പരിശുദ്ധമായിട്ടുള്ള സഫർ മാസത്തിലെ ആദ്യത്തെ ദിവസത്തിലും ആദ്യത്തെ രാവിലുമാണ് വെള്ളിയാഴ്ച രാവിലാണ് നമ്മളിന്നുള്ളത്. നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങൾ മുളപൊട്ടി കിടക്കുന്നുണ്ടാകും. നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ കിട്ടണം എന്നുണ്ടാകും, പടച്ചവനോട് ചോദിക്കണം എന്നുണ്ടാകും. പക്ഷെ ഒന്നിനും ഒരു പ്രത്യേകമാക്കപ്പെട്ടിട്ട് കാര്യങ്ങൾ നമുക്കറിയില്ല, ഒരു ദിക്റുകളും നമുക്കറിയില്ല. ഇനി അറിഞ്ഞാൽ തന്നെ ചെയ്യാനുള്ള മനസ്സ് നമുക്ക് വരില്ല, ചെയ്താൽ തന്നെ അതിലൊരു ആത്മാർത്ഥത വരുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ കമൻറ്റ് ചെയ്യുന്നത്. പലപ്പോഴും നമുക്കും തോന്നുന്ന ഓരോ കാര്യങ്ങളാണല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്ന ഒരു അമലുണ്ടല്ലോ, പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു അമലിനെ വെള്ളിയാഴ്ച രാവിലെ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ആരും കാണാതെ നിങ്ങളുടെ അള്ളയും മാത്രം ഇരുന്ന് നിങ്ങളുടെ അള്ളാൻ്റെ മുമ്പിലിരുന്നിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊന്ന് തുറന്ന് പറഞ്ഞ് ഈ ഒരു ദിക്റിനെയും എണ്ണം തെറ്റാതെ ആരും അറിയാതെ പടച്ചവൻ്റെ മുമ്പിലിരുന്ന് ചൊല്ലി തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ അത്രയും മഹത്തായിട്ടുള്ള ഒരു കാര്യം വരല്ല. നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിലേക്കുള്ള വഴി റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങൾക്ക് തുറന്നു തരും എന്നുള്ളത് ഈ ഒരു ദിക്റിൻ്റെ ഫലം കൊണ്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു ദിക്റാണ് അല്ലേ ഇത്. പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു വെള്ളിയാഴ്ച രാവിലെ, വെള്ളിയാഴ്ച പകലിലോ ഇൻഷാ അല്ലാ കഴിയുന്ന ആളുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത്രയും ഞാൻ പറയുന്നുള്ളൂ. കാരണം ചെയ്യാൻ കഴിയുന്ന ആളുകൾ വലിയ ഭാഗ്യവാന്മാരാണ്. ഈ ഒരു അമലിൻ്റെ അനുഭവങ്ങൾ അത്രയും ഏറെയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ഞാൻ ഈ ഒരു അമലിനെ ഇവിടെ പറയാൻ കാരണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടല്ലേ. ചില അനുഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ജീവിതത്തിൽ എത്രയോ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് തോന്നിപ്പോകും. അങ്ങനെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന സഹോദരങ്ങൾ നമുക്കിടയിലുണ്ട്. ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും അത്തരത്തിൽ കഠിനമായിട്ടുള്ളൊരു പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അമലിനെ നിങ്ങൾ നിയ്യത്ത് വെച്ചോളി. കാരണം അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദിക്റുകളെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒറ്റ ദിക്റായിട്ട് പറയുന്ന ആ ഒരു ദിക്റിന് എണ്ണം തെറ്റാതെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ അത് ഹൈറായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു വെള്ളിയാഴ്ച രാവിലെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മുറാദുകളെയൊക്കെ സാധിപ്പിച്ച് തരട്ടെ. നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് കടക്കാം. ഇനി അതിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ഒരു വനിതാ നിലാവ് ഖുറാനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ പരിശുദ്ധമായിട്ടില്ല ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വേഗത്തിൽ എത്തിക്കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ശ്രമിക്കുക ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഓരോ കമൻറ്റുകൾ കാണുമ്പോഴും അത്ഭുതപ്പെട്ടു പോകും കേട്ടോ. എന്തെന്നറിയോ, മാരകമായിട്ടുള്ള അസുഖങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ അതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടണം, ജീവിതത്തിൽ സമാധാനം വേണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് സഹോദരന്മാരും നമുക്കിടയിലുണ്ട്. ഒരുപാട് കമൻറ്റുകൾ അത്തരത്തിൽ കാണുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു തആല അത്തരം പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ. അതേപോലെ തന്നെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന വ്യക്തികൾ ഈ ഒരു വീഡിയോ കാണുന്നില്ലേ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, അവരുടെ ജീവിതത്തിൽ സമ്പത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തൻ്റെ കുടുംബത്തെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നും തൻ്റെ കടങ്ങളൊക്കെ പൂർണ്ണമായിട്ട് വീടിക്കിട്ടണമെന്നും തനിക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സമ്പത്ത് തൻ്റെ കയ്യിലെത്തണം എന്നും ആഗ്രഹിക്കുന്നില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പരിശുദ്ധമായിട്ടുള്ള ഇന്നത്തെ ദിവസത്തിൽ ഈ ഒരു അമലിനെ നിങ്ങൾ മുറുകെ പിടിച്ചോളില്ലേ. ഞാനിത് വെറുതെ പറയുന്ന കാര്യമല്ല. റബ്ബിൻ്റെ ആ ഒരു സമ്പത്ത്, റബ്ബിൻ്റെ ഹൈറായിട്ടുള്ള സമ്പത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്തരം ദിക്റുകളെ നമ്മൾ മുറുകെ പിടിക്കുക തന്നെ ചെയ്യണം. നമുക്ക് കുറച്ചൊരു 5 പൈസ ഉണ്ടാകുന്ന ടൈമിൽ നമ്മൾ പടച്ചോനെ മറന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു തആലയാണ് സമ്പത്തായാലും ശരീരമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും ആയുസ്സാണെങ്കിലും നമുക്ക് തന്നിട്ടുള്ളത്. അതിനെ റബ്ബങ്ങ് തിരിച്ചെടുക്കും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം റബ്ബ് തന്നിട്ട് ആ അനുഗ്രഹത്തിൽ നന്ദി ചെയ്യാതെ നന്ദികേട് കാണിച്ച് നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ റബ്ബിനറിയാം അതുകൊണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. റബ്ബിൻ്റെ പരീക്ഷണത്തിൽ അകപ്പെടാതെ പടച്ചോൻ്റെ സഹായത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് സമയത്തും ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ ഇത്തരത്തിൽ ഉന്നതിയിൽ പടച്ചോൻ കൊണ്ടെത്തിച്ചോട്ടെ, എന്നാലും ആ 5 വഖത്ത് നിസ്കാരം നമുക്ക് ഖളാ ആകാതെ നിസ്കരിക്കാൻ കഴിയുന്നുണ്ടോ, അവിടെയാണ് നമ്മൾ വിജയിക്കുക. ഒരു 2 സൂറത്തെങ്കിലും മുടങ്ങാതെ നിങ്ങൾക്ക് ഓതാൻ സാധിക്കുന്നുണ്ടോ, അവിടെയാണ് നമ്മൾ വിജയിക്കുക. കുറച്ച് ദിക്റുകൾ നമുക്ക് ചൊല്ലാൻ സാധിക്കുന്നുണ്ടോ, അവിടെയാണ് പടച്ചവൻ നമ്മളെ ശരിക്കും വിജയിപ്പിക്കുക, നമ്മളുടെ വിജയം ഉണ്ടാകുക.
ഒരിക്കലും ഒരു മടുപ്പോ അല്ലെങ്കിൽ ഇനി എനിക്ക് കിട്ടൂല അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയൂല എന്ന് വിചാരിച്ച കാര്യങ്ങൾ അവിടെ ഇടാതെ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ആ കാര്യത്തിലേക്ക് നടന്നെടുക്കാനുള്ള ഒരു മനസ്സും ഇബാദത്ത് ചെയ്യാനുള്ള ഒരു നാക്കും നമുക്കുണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിയും നമ്മുടെ തലയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് റബ്ബ് നമ്മളെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. ഞാനൊരു കാര്യം പറയട്ടെ, കിട്ടാത്ത അല്ലെങ്കിൽ ജീവിതത്തിൽ ലഭിക്കൂല എന്ന് വിചാരിച്ചിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ള വ്യക്തികളെ നമ്മൾ നമ്മുടെ മുമ്പിലൂടെ കാണുന്നുണ്ട്. അവൻക്കത് കിട്ടിയോ അല്ലെങ്കിൽ അവളെ കൊണ്ടത് സാധിച്ചോ എന്ന് ചോദിക്കുന്ന ചില മൊമെൻറ്റുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങൾക്കൊരു കാര്യം വേണം എന്ന് അതിയായിട്ട് മനസ്സിൽ അടിയുറച്ച് നിങ്ങൾ നീയത്ത് വെക്കുക. നിങ്ങൾക്ക് വല്ലാത്ത പൂതിയാണ് ആ ഒരു കാര്യം കിട്ടുക എന്നുള്ളത്. പക്ഷേ ഈ ലോകം മൊത്തം നിങ്ങൾക്ക് എതിരാണ്, നിങ്ങൾക്കത് കിട്ടൂല. നമുക്കത് എത്രയൊക്കെ തലകുത്തി മറിഞ്ഞാലും അല്ലെങ്കിൽ എത്രയൊക്കെ അതിന് വേണ്ടി ശ്രമിച്ചാലും നമുക്കത് കിട്ടൂല എന്ന് എല്ലാവരും ഉറപ്പിച്ച് ഒരേ സ്വരത്തിൽ പറയുകയാണ്. പക്ഷേ നമ്മളുടെ മനസ്സിലൊരു പൂതിയുണ്ട്, പടച്ചോനെ വെച്ചത് കിട്ടണം, എനിക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങൾക്കൊന്ന് ഒന്ന് റാഹത്തായി കിട്ടിയിരുന്നു, എൻ്റെ ജീവിതത്തിലൊരു രക്ഷ വന്നിരുന്നു നിങ്ങൾക്ക് തോന്നുകയാണ്. നിങ്ങളുടെ മനസ്സിൽ അതത്രയും വേണം എന്നൊരാഗ്രഹം വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യാം? ഇന്നത്തെ ദിവസത്തിൽ ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്താതെ പരിശുദ്ധമായിട്ടുള്ള കുറച്ച് സമയം നിങ്ങൾക്ക് ഈ ഒരു ദിവസത്തിൽ മാറ്റി വെക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ദിക്റിനെ മുറുകെ പിടിച്ച് പടച്ചോൻ്റെ മുമ്പിലിരുന്ന് കൊണ്ട് നിങ്ങളുടെ ആവശ്യമുണ്ടല്ലോ ആ ആവശ്യത്തെ റബ്ബിനോടാണ് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകളായിക്കോട്ടെ അതുപോലെ തന്നെ പാപങ്ങളായിക്കോട്ടെ പടച്ചോൻ്റെ മുമ്പിൽ തന്നെ ഇരുന്ന് ചെയ്തിട്ടുള്ള തെറ്റുകളായിക്കോട്ടെ ആ തെറ്റിനൊക്കെ നിങ്ങൾ ഏറ്റി പറഞ്ഞുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടണം എന്ന് റബ്ബിനോട് പറയാം. ഈ കാര്യം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ റബ്ബേ, ഈ ഒരു പണം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ റബ്ബേ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടും, എൻ്റെ കടങ്ങൾ വീടാൻ എനിക്ക് സാധിക്കും. അതേപോലെ തന്നെ എൻ്റെ മകളുടെ വിവാഹം റെഡിയാകാൻ, എൻ്റെ മകളുടെ വിവാഹം നല്ല രീതിയിൽ നടത്താൻ എനിക്കത് സഹായകരമാകും. അതേപോലെ തന്നെ രോഗിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെ രോഗം ശിഫിയാകാൻ വേണ്ടിയിട്ട് പടച്ചവനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ഈ രീതിയിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങളുടെ മനസ്സ് കാണുക തന്നെ ചെയ്യും. കാരണം ഒരു പ്രശ്നം, ആ ഒരു പ്രശ്നത്തെ റബ്ബല്ലേ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് തന്നിട്ടുള്ളത്. ആ ഒരു പ്രശ്നത്തെ റബ്ബിന് തന്നെ അറിയാം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. ആ ദുആയെ നമ്മൾ ആത്മാർത്ഥതയോടുകൂടെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്ത് പ്രശ്നമാണെങ്കിലും ഇന്നത്തെ ദിവസത്തിൽ ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിക്കോളും ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾക്ക് ഉത്തരം കിട്ടിയിട്ടുള്ള ദിക്ർ ആയതുകൊണ്ട് തന്നെ മുടക്കി കളയാതിരിക്കുക, ഇന്നത്തെ ദിവസം നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. ഏതാണ് ആ ഒരു ദിക്ർ എന്ന് നമുക്കൊന്ന് നോക്കാം. എത്ര വട്ടാണ് ഈ ഒരു ദിക്റിനെ നമ്മൾ ചൊല്ലേണ്ടതും എന്ന് നോക്കാം അല്ലേ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു ദിക്റിനെ ചൊല്ലാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഇഷ്ടപ്പെടുന്ന ചില ദിക്റുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. അതേപോലെ തന്നെ സ്വർഗത്തിലെ നിധിയാണ്, നമ്മൾക്ക് 99 രോഗങ്ങൾക്കും ശിഫയാണ്, നമ്മളുടെ 100% പ്രശ്നങ്ങൾക്കും ഒരു താക്കോലാണ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ദിക്റും. ആ ദിക്റും കൂടെ ചേർത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു ദിക്റിനെ ചൊല്ലേണ്ടത്. നമുക്ക് നോക്കാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം. ഇതാണ് പരിശുദ്ധമായിട്ടുള്ള ആ ഒരു ദിക്ർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം. പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ദിക്റാണല്ലേ ഈ ദിക്ർ. ഈ ദിക്റിനെ മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരു സമയം, നല്ലൊരു സമയം ഇതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. തഹജ്ജുദിൻ്റെ സമയമൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും റീൽസും സ്ക്രോൾ ചെയ്തുകൊണ്ട് വൈകി കടന്നുറങ്ങി. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ നമ്മുടെ ഫിഫ വേൾഡ് കപ്പൊക്കെയാണല്ലേ, അതൊക്കെ കണ്ട് നല്ല നേരം വൈകി നേരം ഒരു 10 മണിയാകോളം കടന്നുറങ്ങുന്ന ആളുകളാണല്ലേ. ആ ഒരു ടൈമൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു തഹജ്ജുദിൻ്റെ ടൈമൊക്കെ എണീക്കാൻ പറ്റുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ വ്യാഴാഴ്ച മഗ്‌രിബിന് ശേഷം നിങ്ങൾക്ക് ഇത് ചെയ്യാനിരിക്കാൻ സാധിക്കുകയാണെങ്കിൽ
അല്ലെങ്കിൽ വ്യാഴാഴ്ച മഗ്‌രിബിന് ശേഷം ഏതൊരു സമയം ആയിക്കോട്ടെ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ നല്ല സമയങ്ങൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുക. ആദ്യം നമ്മൾ കുറച്ച് സ്വലാത്തുകൾ ചൊല്ലാം. ഞാനൊരു കാര്യം പറയാം, സ്വലാത്തുകളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്വലാത്ത് പരിശുദ്ധമായിട്ടുള്ള ഇബ്രാഹിമിയ സ്വലാത്ത് ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ. ആ ഒരു സ്വലാത്തിനെ ആദ്യം നമ്മൾ 100 തവണ ചൊല്ലുക. ഇനി ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലാൻ കഴിയൂല എന്നാണെങ്കിൽ, നിങ്ങൾക്ക് അത്രയ്ക്ക് സമയം കിട്ടുന്നില്ല എന്നാണെങ്കിൽ മറ്റുള്ള ഏത് സ്വലാത്തുകൾ നിങ്ങൾക്ക് ചൊല്ലാട്ടില്ലേ. അതേപോലെ തന്നെ അതിന് ശേഷം പാപമോചനത്തിനായിട്ട് ഒരു 33 തവണ ഇസ്തിഗ്ഫാർ നമ്മൾ ചൊല്ലാം. അതിന് ശേഷമാണ് നമ്മൾ കിബിലയിലേക്ക് നേരെ തിരിഞ്ഞിരുന്ന് പടച്ചോൻ്റെ മുമ്പിലിട്ട് ഏകാന്തമായിട്ട് ഇരുന്നിട്ട് ഈ ദിക്ർ നമ്മൾ ചൊല്ലേണ്ടത്. 1000 തവണയാണ് നമ്മളിത് ചൊല്ലേണ്ടത്. കഠിനമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്കും അതുപോലെ തന്നെ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കും ഈ ഒരു ദിക്ർ വലിയ ആശ്വാസം തന്നെയാണ്. ഓരോ 100 തവണ ഈ ദിക്ർ ചൊല്ലിയതിന് ശേഷവും നമ്മൾ റബ്ബിനോട് പറയുക, എൻ്റെ ആവശ്യം റബ്ബേ, എൻ്റെ ഈ ഒരു പ്രശ്നത്തെ നീക്കിത്തരണേ, റബ്ബെ എൻ്റെ ഒരു ആഗ്രഹത്തെ നേടിത്തരണേ. ഇങ്ങനെ നമ്മൾ ഈ ഒരു ലാ ഹൗല വലാ ഖുവത സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് തുടങ്ങുന്ന ഈ ഒരു ദിക്ർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, ഈ ഒരു ദിക്റിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഓരോ 100 തവണ കഴിയുമ്പോഴും നമ്മുടെ ആവശ്യത്തെ റബ്ബിനോട് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ഒരിക്കലും ഇന്നത്തെ ദിവസം നിങ്ങളിത് നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. ഒറ്റയ്ക്കിരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വിശ്വാസത്തോടുകൂടെ പ്രതീക്ഷയോടുകൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാര മാർഗം തന്നെയാണ് ഈ ഒരു ദിക്ർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പടച്ച തമ്പുരാൻ ഈ ഒരു ദിക്ർ ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷ വാർത്ത, നിങ്ങൾ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഇരുന്ന് റബ്ബിൻ്റെ മുമ്പിൽ ചോദിച്ചിരുന്നത് അതിന് റബ്ബ് ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. അത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ് ഇൻഷാ അല്ലാഹ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാട്ടില്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം. വസിയത്തോടു കൂടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.